നമസ്കാരം. റാഫ്റ്റോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം. ചില വിവാദങ്ങൾ ഒരു വശത്ത് പുകയുന്നതിനിടയ്ക്ക് കുറെ കാര്യങ്ങൾക്ക് ക്ലാരിറ്റി വരുത്തിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡയറക്ടർ നിഖിൽ ഭാരദ്വാജ് ചില കാര്യങ്ങൾ ഇന്നലെ ട്വീറ്റ് ചെയ്യുകയുണ്ടായി. അത് അദ്ദേഹം നേരത്തെ പ്രോമിസ് ചെയ്തതാണ്, വിശദമായിട്ട് കാര്യങ്ങൾ പറയുമെന്ന്. അതിലാണ് ആ വിശദീകരണത്തിലാണ് അദ്ദേഹം പല കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ദിമിയുടെ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുന്നത്. ദിമിത്രിയോസ് ഡയമൻഡോസിന്റെ സാഹചര്യം എന്താണ്, അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിൽ തുടരുമോ എന്നൊക്കെ അറിയാൻ വേണ്ടി ആരാധകരെ ആകാംക്ഷയോട് കൂടി നോക്കുന്ന സമയമാണല്ലോ. അപ്പോൾ അദ്ദേഹം പറയുന്നു, ദിമി ഹാസ് അവർ ഓഫർ, ദിമിക്ക് നമ്മുടെ ഓഫർ കൊടുത്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് മാർക്കസ് മറുഹുലാവോയും മറ്റും ഒക്കെ പറയുന്ന കാര്യം തന്നെയാണ്. ദിമിത്രിയോസ് ഡയമൻഡോസിന് മുന്നിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഓഫർ വെച്ചിട്ടുണ്ട്. ദിമി ഇപ്പൊ ഫ്രീ ഏജന്റ് ആണ്, പക്ഷേ ബ്ലാസ്റ്റേഴ്സിന്റെ ഓഫർ അദ്ദേഹത്തിന്റെ മുന്നിലുണ്ട്. അതിൽ തീരുമാനമെടുക്കേണ്ടത് താരമാണ്. അത് തന്നെയാണ് ഇപ്പം നിഖിലും പറയുന്നത്. അദ്ദേഹം പറയുന്നത്, ദിമി ഹാസ് അവർ ഓഫർ. ചിലപ്പോ ഈവൻ ഇഫ് ക്ലബ് ഈസ് ഡൂയിങ് എവറിത്തിങ്, ഇതിനു വേണ്ടി ക്ലബ് എല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും പ്ലേയേഴ്സ് സംടൈംസ് വാണ്ട് ഫ്രഷ് ചലഞ്ച്. ചിലപ്പോൾ താരങ്ങൾ അങ്ങനെയാ, ക്ലബ് എല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും താരങ്ങൾക്ക് ചിലപ്പോൾ ഫ്രഷ് ചലഞ്ച് ഏറ്റെടുക്കണമെന്ന് താല്പര്യമുണ്ടാകും. അവർക്ക് ഇപ്പോൾ ഉള്ളതിൽ നിന്നും മാറണമെന്ന് താല്പര്യമുണ്ടാവും, ആഗ്രഹവും ഉണ്ടാകും. അതുകൊണ്ടാണ് ക്ലബ്ബുകൾക്ക് അവരുടെ കീ പ്ലേയേഴ്സിന് നഷ്ടമാകുന്നത്. നമ്മൾ റെഡിയാണ്, ഈതർ വേ, രണ്ട് തരത്തിലാണെങ്കിലും നമ്മൾ ഇതിന് റെഡിയാണ്. കീ പ്ലേയേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ അവരുടെ പ്രൊഫൈൽ വെച്ചല്ല പറയുന്നത്, പക്ഷേ അവരുടെ ഹങ്കർ, മെന്റാലിറ്റി, അതൊക്കെ വെച്ചുകൊണ്ടാണ് നമ്മൾ കാണേണ്ടത്. വി ഹാവ് പ്ലെന്റി പ്ലസ് പ്ലെന്റി കമ്മിങ് ത്രൂ എന്നാണ് ഇപ്പോൾ അദ്ദേഹം അതിനോട് പ്രതികരിച്ചിരിക്കുന്നത്. ചുരുക്കത്തിൽ ബ്ലാസ്റ്റേഴ്സിന് താല്പര്യമുണ്ട്, ബ്ലാസ്റ്റേഴ്സ് ഓഫറും വെച്ചിട്ടുണ്ട്. ചില താരങ്ങൾ ചില ഘട്ടങ്ങളിൽ അവർക്ക് ക്ലബ്ബ് എന്തൊക്കെ ചെയ്താലും ഒരു പക്ഷേ ഫ്രഷ് ചാലഞ്ചുകൾ വേണമെന്നുണ്ടാവും. അത്തരത്തിലുള്ള നീക്കങ്ങളിലേക്ക് അവർ പോയേക്കാം. അതാണ് അദ്ദേഹം പറയുന്നത്. വി ആർ റെഡി ഈതർ വേ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഏത് തരത്തിലാണെങ്കിലും നമ്മൾ റെഡിയാണ്. ദിമി നിൽക്കുകയാണെങ്കിലും പോവുകയാണെങ്കിലും മറ്റു വഴികളില്ലല്ലോ. ഒരു താരം ഇപ്പൊ ഫ്രീ ഏജന്റായി നിൽക്കുന്ന താരം കൊടുത്തിട്ടുള്ള ഓഫർ വേണ്ട എന്ന് വെച്ച് പോവുകയാണെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാനില്ല. അദ്ദേഹം ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ സന്തോഷം. ഏതായാലും ഈ കാര്യത്തിൽ ഒരു വ്യക്തത ഇപ്പോൾ നിഖിൽ വരുത്തിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ഏതൊരു കോച്ചിന്റെ കാര്യത്തിലാണെങ്കിലും അവരുടെ പ്ലേയിങ് സ്റ്റൈല് അവൈലബിൾ പ്ലേയേഴ്സിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനിക്കുന്നത്. ഇപ്പൊ നമുക്കൊരു പ്രത്യേക പ്ലാനുമായിട്ടൊക്കെ തുടങ്ങാം, പക്ഷേ അതിൽ നിന്ന് ഡീവിയേഷൻ ഡിപ്പെൻഡിങ് അപ്പോൺ പ്ലേയേഴ്സ് അഡാപ്റ്റ്, പ്രീ സീസൺ, ഇങ്ങനെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അതിൽ നിന്നൊക്കെ ഡീവിയേഷൻ സംഭവിക്കാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം വിന്നിംഗ് പ്ലസ് റിസൾട്ട് ആർ ഇമ്പോർട്ടന്റ് എന്നുകൂടി അദ്ദേഹം കുറിക്കുന്നു. എന്തായാലും ആരാധകർ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് ദിമിയുടെ കാര്യത്തിൽ എന്താകും എന്നറിയാൻ വേണ്ടി. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.